നമ്മൾ ഇന്ത്യയിൽ വലിപ്പത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഉത്തർപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ഉത്തർപ്രദേശിലൂടെയാണ് ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് ഗംഗ എന്ന് നമുക്കറിയാം. ഈ ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഈ ഉത്തർപ്രദേശിലൂടെയാണ്. ഈ ഗംഗ ഒഴുകുമ്പോൾ ഗംഗ എന്ത് ചെയ്യുന്നുണ്ട്? അലൂവിയൽ സോയിലിന്റെ ഡെപ്പോസിഷൻ നടത്തുന്നുണ്ട്. അപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അലൂവിയൽ സോയിലിന്റെ ഡെപ്പോസിഷൻ ഉള്ള സ്റ്റേറ്റും ഉത്തർപ്രദേശാണ്. ഈ അലൂവിയൽ സോയിലിന്റെ ഡെപ്പോസിഷൻ എന്തിനു സഹായിക്കും? അഗ്രികൾച്ചറിന് സഹായിക്കും. ഈ കൃഷി സഹായിക്കുന്നത് കൊണ്ട് ഒത്തിരി ആൾക്കാരെ നമ്മുടെ ഉത്തർപ്രദേശിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ കൂടുതലുള്ള സ്റ്റേറ്റും ഉത്തർപ്രദേശാണ്. ഫാമേഴ്സിന്റെ പോപ്പുലേഷൻ നോക്കിയാലും സാധാരണ ജനങ്ങളുടെ പോപ്പുലേഷൻ നോക്കിയാലും ഏറ്റവും കൂടുതൽ വരുന്നത് ഉത്തർപ്രദേശിലാണ്. അപ്പൊ ഇത്രയും ജനങ്ങൾ ഉള്ളതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ഓരോ കാറ്റിൽ വീതം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ കാറ്റിലിന്റെ പോപ്പുലേഷൻ കൂടുതൽ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പൊ ഇത്രയും കാറ്റിൽ ഉള്ളത് കൊണ്ട് ഈ കാറ്റിൽസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മിൽക്ക് പ്രൊഡക്ഷന്റെ കേസ് നോക്കിക്കഴിഞ്ഞാലും 1ാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ് വരുന്നത്. ഇത്രയും മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ മിൽക്ക് കുടിക്കാനായിട്ട് ഇവര് ഇതില് പഞ്ചസാര ഇട്ടാണ് ഈ മിൽക്ക് കുടിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ പഞ്ചസാര പ്രൊഡക്ഷനിൽ 1ാം സ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ് ഷുഗർ ബൗൾ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തർപ്രദേശാണ്. ഈ ഷുഗറിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഷുഗർ കെയിൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷുഗർ കെയിന്റെ കൾട്ടിവേഷൻ ഉള്ളതും ഉത്തർപ്രദേശിലാണ്. ഇനി ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഈ കാറ്റിൽസിനെല്ലാം കൂടി ഇവർ കൊന്ന് മീറ്റ് ആക്കും. അങ്ങനെ ബഫല്ലോ മീറ്റില് പ്രൊഡക്ഷനിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉത്തർപ്രദേശാണ്. ഇത്രയാണ് നമ്മൾ ഉത്തർപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ.